ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോ കൂടി കാണിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പാത്രം കാലിയാക്കിയിട്ട് കൊണ്ടുവരുള്ളൂ. അധികം ചേരുവകളൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പിയാണിത്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. അതേമാതിരി 2 തക്കാളിയും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് റൈസ് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക്, ഉഴുന്നും പരിപ്പ്, കറിവേപ്പില, പിന്നെ മസാലപ്പൊടികളും എണ്ണയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു, 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ലൈറ്റായിട്ട് കളറ് മാറുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് ഒരെണ്ണം കീറി വെച്ചിട്ടുണ്ടല്ലോ, അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 സവാള നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേമാതിരി വഴണ്ടതിന് ശേഷം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കണം. അപ്പോഴാണ് ഇത് നമ്മൾ വഴറ്റുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളി നോക്കിയെടുത്ത് കട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ അത് വഴണ്ട് വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അത് ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചത് ഉരുളക്കിഴങ്ങിൻ്റെ നിറം പോകാതിരിക്കാനാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 നിമിഷത്തോളം നേരം വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 നിമിഷം മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് വീണ്ടും മൂടി വയ്ക്കുക. അത് ഉരുളക്കിഴങ്ങ് നല്ലോണം വേകുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കരുത്. അതിന് ശേഷം ഇത് വെന്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർക്കേണ്ട മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് തുടങ്ങാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഈ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങല്ലേ, അപ്പോൾ ഗ്യാസൊന്നും ഇതാവാണ്ടിരിക്കാനായിട്ടാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതെല്ലാം നല്ലൊരു സ്മെല്ലും കിട്ടും നമുക്ക് കായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 in 1 ആണ്. അപ്പോൾ കായപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി അവസാനമായിട്ട് ചേർക്കാനുള്ളത് ചോറാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെറൈറ്റി റൈസായിട്ടുള്ള പൊട്ടാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില അതിൻ്റെ മേലെ തൂവി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി പൊട്ടാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയത് അല്ലേ? കുറച്ച് നേരം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പണി വളരെ എളുപ്പത്തിൽ കഴിക്കാം. അതേമാതിരി ഓഫീസിലേക്ക് പോകുന്നവർക്കും ഇതെടുത്തുകൊണ്ട് പോകാം. നല്ലൊരു വെറൈറ്റി റൈസാണ്. അങ്ങനെ നമ്മുടെ വെറൈറ്റി റൈസായിട്ടുള്ള പൊട്ടാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.